കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ച പരസ്യപ്പോരിലേക്ക് എത്തിയിരിക്കുകയാണ്. നേതാക്കൾ ചേരി തിരിഞ്ഞ് പിന്തുണ പ്രഖ്യാപിക്കുന്നതും ഫാൻസിന്റെ സോഷ്യൽ മീഡിയ പോരും ഫലം വരും മുൻപേ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കെ സുധാകരന്റെ പോസ്റ്റിന് പിന്നാലെ ചർച്ചകൾ പരിധി വിട്ടതോടെ പോരു തണുപ്പിക്കാൻ നേതാക്കൾ ഇന്ന് രക്ഷാപ്രവർത്തനവുമായി രംഗത്തെത്തി. പൊതുമധ്യത്തിൽ ചർച്ച വേണ്ട എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ അല്ല കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് എന്ന് രമേശ് ചെന്നിത്തലയും ചർച്ചകൾക്കുള്ള സമയമായിട്ടില്ല എന്ന് സണ്ണി ജോസഫും പ്രതികരിച്ചു. ജ്ഞാനപ്പാനയിലെ വരി ഉദ്ധരിച്ചായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരിഹാസം. ഞാൻ മുൻപേ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളോ അതുപോലെ ചർച്ചകളോ നെഗറ്റീവോ പോസിറ്റീവോ ചർച്ചകളോ ഒന്നുമല്ല ഇതിൽ കാര്യം. കോൺഗ്രസിൽ 4-ാം തീയതി ഫലം വരട്ടെ, 4-ാം തീയതി ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്, എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. സോഷ്യൽ മീഡിയയിലൂടെ അല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിനൊരു സംവിധാനം ഉണ്ടല്ലോ. കോൺഗ്രസ് ആദ്യമായിട്ടല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതും ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. അത് ആ സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനു മുമ്പ് നമ്മൾ വിവാദങ്ങൾ ആരും ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നാണ് അത് ഞാനടക്കം ആരും ഉണ്ടാക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തരം വിവാദങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേരിലേക്ക് ചർച്ചയുടെ സമയമായിട്ടില്ല. 4-ാം തീയതിയിലെ റിസൾട്ട് വരട്ടെ. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് കോൺഗ്രസിന് വ്യക്തമായ ഒരു നടപടിക്രമമുണ്ട്. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ചില സോഷ്യൽ മീഡിയ ഫേക്ക് അക്കൗണ്ടുകളിലൂടെയാണ് ചില പേരുകൾ പ്രചരിപ്പിക്കുന്നത്. അത് ശരിയല്ല, അതിലാരും കുടുങ്ങരുത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അഭിപ്രായങ്ങളുണ്ടാകാം, വ്യത്യസ്ത പേരുകളുണ്ടാകാം. അതൊക്കെ തക്ക സമയത്ത് തക്ക വേദിയിൽ പറയുക. അതിന് മുൻപായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ട് പെട്ടിയിലാണ്. 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ. ഇനി അതൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷെ ഇന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ അനാവശ്യമാണ്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലർ. അങ്ങനെ നാണം കെട്ട് നടക്കേണ്ട ഒരു പദവിയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം. അതിന് ഇനിയും സമയമുണ്ട്. ആ സമയം വരുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാം. TV പ്രസാദാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത്. TV പ്രസാദിലേക്കാണ് ആദ്യം പോകുന്നത്. പ്രസാദ്, ഇപ്പോൾ നോക്കൂ, പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പരസ്യമായി ഇതിനെ തള്ളി പറയുന്നുണ്ട്. പക്ഷേ ഇവരാരും അറിയാതെയാണ് ഇത്തരം പ്രതികരണങ്ങളും പോസ്റ്റുകളും വരുന്നത് എന്നത് വിശ്വസിക്കുക സാധ്യവുമല്ല നിലവിലത്തെ സാഹചര്യത്തിൽ. കാരണം വിശ്വസ്തർ തന്നെയാണ് പലപ്പോഴും അത്തരത്തിലുള്ള പ്രതികരണത്തിന് ഒരുമ്പെടുകയും ചെയ്യുന്നത് എന്നതാണ് പ്രധാനം. ഇപ്പോ വ്യാജ ഫേസ്ബുക്ക് പേജ് എന്നൊക്കെ പറയുമ്പോൾ മുൻ KPCC അധ്യക്ഷൻ K സുധാകരന്റേത് അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ല മാധു. കെ സുധാകരൻ മാത്രമല്ല, പ്രത്യക്ഷമായി പല നേതാക്കളും ഇതിനകം തന്നെ രംഗത്തിറങ്ങിയെ നമ്മൾ കണ്ടു. അവരുടെ സാമൂഹ്യ മാധ്യമ പേജുകളിലാണ് ഇക്കാര്യം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. കെ സുധാകരന് പിന്നാലെ നിരവധി നേതാക്കൾ, യുവാക്കളായിട്ടുള്ള നേതാക്കൾ അടക്കമുള്ളവർ KC വേണുഗോപാലിന് പിന്തുണയുമായി രംഗത്തെത്തുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഈ ചർച്ച യഥാർത്ഥത്തിൽ ആദ്യം തുടങ്ങിയത് റിപ്പോർട്ടറിനോട് കെ സുധാകരന്റെ വെളിപ്പെടുത്തലായിരുന്നു. അതായത് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ചെന്നിത്തലയാണ് എന്നാണ് അന്ന് സുധാകരൻ പറഞ്ഞത്. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ടേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് കെ സുധാകരൻ കളം മാറ്റി KC വേണുഗോപാലിനൊപ്പം ചേർന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം 3 നേതാക്കൾ വളരെ സജീവമായി മുഖ്യമന്ത്രി കസേര നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിലിപ്പോൾ സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിച്ചില്ലെങ്കിൽ പോലും സുഗമമായി മറ്റേതെങ്കിലും ഒരു സീറ്റിൽ, എളുപ്പം ജയിച്ചു വരാൻ സാധ്യതയുള്ള സീറ്റിൽ KC വേണുഗോപാലിന് വേണ്ടി മാറിക്കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്നുള്ളത് വ്യക്തവുമാണ്. ഒന്ന് KC വേണുഗോപാൽ, രണ്ടാമത്തെ ആൾ വന്നാൽ രമേശ് ചെന്നിത്തല, മൂന്നാമത്തെ ആൾ VD സതീശൻ. പക്ഷേ ഈ ചർച്ചയെല്ലാം കൊഴുക്കുമ്പോഴും ഏറ്റവും അവസാനം കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴാലെ ഏറ്റവും കമന്റുകൾ വന്നത്, ആ കമന്റുകളിൽ കൂടുതൽ ലൈക്ക് നേടിയ കമന്റുകൾ വന്നതെല്ലാം VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ്. വലിയ കഴിവുള്ള ആളാണെങ്കിൽ KC വേണുഗോപാൽ രാജ്യ തലസ്ഥാനത്ത് തുടരണം, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം കമന്റുകളും. ചുരുക്കത്തിൽ സംഘടനയിൽ ശക്തിയുള്ള നേതാവായി KC വേണുഗോപാൽ മാറുകയും പക്ഷേ VD സതീശന് വലിയ തോതിൽ പ്രവർത്തകരുടെയും പ്രാദേശിക തലത്തിലുള്ള നേതാക്കളുടെ പിന്തുണയും കിട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനിയിപ്പോൾ MLA-മാരുടെ പിന്തുണ വെച്ച് നോക്കുകയാണെങ്കിലും ഹൈക്കമാൻഡിലേക്ക് തീരുമാനം വരികയാണെങ്കിലും ഉറപ്പായും കോൺഗ്രസ് പാർട്ടിയിൽ അത് സംഘടനാ ചുമതലയുള്ള ആളെ കഴിഞ്ഞിട്ടേ അടുത്തയാൾ വരൂ എന്ന കാര്യം ഏറെ
മണിക്കൂർ ഉറപ്പാണ്. അതിന് KC വേണുഗോപാൽ തയ്യാറാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അതല്ല രമേശ് ചെന്നിത്തല വരുമോ? ഇനി അതല്ല അപ്പൊ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരിൽ വലിയ പിന്തുണയില്ലെങ്കിൽ പോലും, MLA-മാരുടെ പിന്തുണയില്ലെങ്കിൽ പോലും VD സതീശൻ വരുമോ എന്ന ചോദ്യം വളരെ സജീവമാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നമുള്ളത് മെയ് 4-ന് ശേഷം മാത്രമാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുക. കാരണം നേതാക്കൾ പറഞ്ഞതുപോലെ വോട്ട് പെട്ടിയിലാണ്. പക്ഷേ കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേര മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചർച്ച വളരെ സജീവമായി പുരോഗമിക്കുകയാണ് എന്നതാണ് മാധു. ശരി, സ്ഥാനമാനങ്ങളെ ചൊല്ലി കലഹിക്കേണ്ടതില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള നേതാക്കൾ തന്നെ പറയുന്നു. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ അത്തരത്തിൽ നിശ്ചിതമായ വിമർശനവുമായി രംഗത്ത് വന്നു. പക്ഷേ നേതാക്കൾ എല്ലാവരും ആ കസേരയ്ക്ക് ചുറ്റുമാണ് എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്.